ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റേ വൗ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഉപേക്ഷിക്കാതിരിക്കുക, നെവർ ഗിവ് അപ്പ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിക്കോട്ടെ, അതിലിപ്പോൾ ഒരു വീഴ്ച ഉണ്ടായാലും അല്ലെങ്കിൽ അതൊരു ഫെയിലിയർ ആയി പോയാലും അത് നമ്മൾ പകുതി വെച്ച് നമ്മളത് ഉപേക്ഷിക്കാതിരിക്കുക, അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇനിയിപ്പോൾ ഒരു വീഴ്ച സംഭവിച്ചാലും ആ വീഴ്ചയിൽ നിന്ന് തിരികെ വന്ന് അത് വീണ്ടും ശ്രമിക്കാൻ തുടങ്ങും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുകയാണ്, അങ്ങനെയാകുമ്പോൾ അത് ആദ്യം തന്നെ അതൊരു സക്സസ് ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, അവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയ ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാലും എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അതൊരു വലിയ പ്രശ്നമായി കാണാതിരിക്കുക. ഇനി അതൊരു എത്ര വലിയ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എത്ര വലിയൊരു പ്രശ്നം ആയാലും യു ഹാവ് ടു കീപ് പുഷിങ് ഫോർവേഡ്. അതായത് നിങ്ങൾ ആ ഒരു കാരണത്താൽ അതൊരു എക്സ്ക്യൂസ് ആയി കാണാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്നാലേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിയുള്ളൂ. മറ്റൊരു കാര്യമാണ്, സമയം ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല എന്നുള്ളത്. അതായത് എന്തെങ്കിലും നിങ്ങൾ ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. നിങ്ങളുടെ ലൈഫ് ഒരു ജേണിയാണ്. അതിന് പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വലിയൊരു സംഭവമായിട്ട് നമ്മൾ കാണാതെ നമ്മൾ അത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നാളത്തെ വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഇന്നത്തെ കഷ്ടപ്പാടുകളാണ്. അല്ലെങ്കിൽ നാളെ നമ്മൾ എന്താവണം എന്നുള്ളത് ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് നമുക്ക് നോക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ചേഞ്ച്. അത് ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്, ഡിപ്രസ്ഡ് ആയി ഇരിക്കുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങളൊരു മാറ്റം കൊണ്ടുവരണം. നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഒരു കരിയർ നിങ്ങൾ അത്ര ഹാപ്പി അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയിൽ നിങ്ങൾ അത്ര ഹാപ്പി അല്ല, നിങ്ങൾ മറ്റാരൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ജോലിയിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും, നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. സോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിലൊരു മാറ്റം കൊണ്ടുവരിക. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ജോലി നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. വേറൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. അതായത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് അത്രത്തോളം നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ അവസ്ഥ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇങ്ങനെ ലൈഫ് എങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും, അതിന് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ അത്യാവശ്യമായിരിക്കും. സോ അങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരിക. മിക്കവാറും ആളുകൾ പലതും ചെയ്യാൻ അല്ലെങ്കിൽ പലതും അവർ ഉപേക്ഷിക്കേണ്ടി വരുന്നത് അവർക്ക് പരാജയം എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ടാണ്. അത് ചെയ്തു തുടങ്ങുമ്പോൾ അത് എത്രത്തോളം എങ്ങനെയൊക്കെ വിജയിക്കും എന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ അങ്ങനെ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ വിജയിച്ചോളണം എന്നില്ല. അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. വിത്തൗട്ട് എ ഫെയിലിയർ ദെയർ വുഡ് ബി നോ സ്റ്റോറി. ഒരു പരാജയമില്ലാതെ ഒരു കഥയും ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ അങ്ങനെ അവർ തുടങ്ങിയ കമ്പനി അതൊക്കെ അവർ ആദ്യം വളരെ ഹമ്പിളായിട്ട് വളരെ ഇതായിട്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു ടൈമിൽ അവർക്ക് അവർ ഇത്രത്തോളം ഭയങ്കര ഫേമസ് ആവും അല്ലെങ്കിൽ ഭയങ്കര സംഭവമാവും എന്നൊന്നും അവർ കരുതിയിട്ടുണ്ടാവില്ല. അതിനുള്ളൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ കൊക്കോകോളയുടെ കമ്പനി. ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു വർഷത്തിൽ അവർക്ക് വെറും അവരൊരു 400 കോക്സ് മാത്രമേ വിറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്ക് അത്രയും സെയിലായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അതാണോ അവസ്ഥ? ഇപ്പോൾ അവർ എത്രത്തോളം ഫേമസ് ആയി ആ ഒരു കമ്പനി. അതേപോലെയാണ് വേറൊരു റൈറ്റർ ഉണ്ട്, ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ എഴുതുന്ന ഒരു റൈറ്റർ, ഡോക്ടർ സിയൂസ് എന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ആൻഡ് ടു തിങ്ക് ദാറ്റ് ഐ സോ ഇറ്റ് ഓൺ മൾബറി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരുപാട് പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് ചെന്നു. അതായത് ഒരു 27 പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് ചെന്നു. പക്ഷേ അവരൊക്കെ ആ ഒരു ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി റിജക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ടും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോയി. 28ാമത് ചെന്നപ്പോൾ ഇങ്ങനെ ഇയാളുടെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ ആ ഒരു ടൈമിൽ അവർ പബ്ലിഷ് ചെയ്തതെന്ന് പറയുന്നത് ഒരു 6 മില്യൺ ബുക്സാണ്. അത്രയും കോപ്പീസാണ് അവരുണ്ടാക്കിയത്. സോ ഈ ഒരു കൊക്കോകോള കമ്പനി അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു റൈറ്റർ, ഇവരൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ അവർ അതൊക്കെ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റുമായിരുന്നില്ല. സോ ഇങ്ങനെയുള്ള സ്റ്റോറീസ്, ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റോറീസ് നിങ്ങളൊരു ലിവിങ് പ്രൂഫായിട്ട് എടുക്കണം. സോ ഫസ്റ്റ് യു ഡോണ്ട് സക്സീഡ്, യു മസ്റ്റ് ട്രൈ ആൻഡ് ട്രൈ അഗെയിൻ. നിങ്ങൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക.
നിങ്ങളുടെ ലൈഫിനെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആക്കി മാറ്റുക. നിങ്ങളിങ്ങനെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ പല മാറ്റങ്ങളും വരുത്തേണ്ടി വന്നേക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു വഴി കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 100 വഴി തുറന്നു വരും എന്നുള്ളതാണ്. സോ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും ഒരുപാട് എത്രയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടായാലും നിങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറാവാതിരിക്കുക. നെവർ ഗീവ് അപ്പ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ നെക്സ്റ്റ് ടൈം കാണാം. ദിസ് ഇസ് മീ ഷോണ. ബൈ.